ഹലോ ഹായ്. ഇന്ന് നമുക്കൊരു നോമ്പുതുറ സ്പെഷ്യൽ ഉണ്ടാക്കാം കേട്ടോ. മുട്ട കൊണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്സാണ് ഇന്ന് ഉണ്ടാക്കണേ. നമ്മൾ പെരിഞ്ചീരകം പൊട്ടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പച്ചമസാല ഇട്ട് അത് മൂത്ത് അതിൻ്റെ മണം പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് സവാള ഇടും. അല്ല ഇനി ഈ സവാള നന്നായിട്ട് അതിൽ കിടന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പുപൊടി അത്ര ഇട്ട് നമ്മളിതിൻ്റെ ജലാംശം മുഴുവനും വറ്റുന്നത് വരെ നമ്മളിത് നല്ല ഫ്രൈ ആക്കിയെടുക്കും. ഇതൊരു മുട്ടയും കുറച്ച് മൈദയും ഉപ്പും കൂടി അടിച്ച് വെച്ചേക്കണേണ് കേട്ടോ. ഒരു മുട്ടയാണ്, ഒരു കപ്പ് മൈദയും ഒരു മുട്ടയും ഒരു നുള്ളു ഉപ്പും ഇട്ട് അടിച്ച് വെച്ചേക്കണം. അത് ഇതുണ്ട്, പാലിലാണ് അടിച്ചേക്കണത്, വെള്ളത്തിലല്ല, പാലിൽ. എന്നിട്ട് നമ്മളൊരു സോസ് പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അടിച്ച് വെച്ചിരുന്ന മാവ് ആ സോസ് പാനിലോട്ട് ഇങ്ങനെ ഒഴിക്കും. കയ്യിലും വെച്ച് നമ്മൾ പരത്തുമൊന്നുമില്ല, ഇങ്ങനെ ഒഴിച്ചങ്ങ് വിടുവേ. അത് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച മസാല അത് നമ്മളിത് ഈ ഒഴിച്ച ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ മുട്ട പുഴുങ്ങിയത് മുറിച്ചിട്ട് ഇങ്ങനെ ഇത് നമുക്ക് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഒരു പീസ് അപ്പത്തിൽ ഒരു മുട്ടയുടെ കഷ്ണം വെച്ച് നമുക്ക് കിട്ടും. ഇങ്ങനെ അടുക്കി വെക്കും. നമ്മൾ ആ ഒഴിച്ച മാവുണ്ടല്ലോ, അതൊരു ശകലം ഞാൻ മിച്ചം വെച്ചിട്ടുണ്ട്. അത് ഇനി ഇതിൻ്റെ പുറമേ കൂടി ഒന്ന് ചുറ്റിക്കുക. അതെന്ന് വെച്ചാൽ ഈ മുട്ട സെറ്റായിരിക്കാൻ വേണ്ടിയാണ്, അടന്നു പോവാണ്ട് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് ഇതൊന്ന് മറിച്ചിടും. ഇതൊന്ന് മൂടി വെച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ച് വേവിക്കണം. നേരി സിം തീരിട്ടേ വേവിക്കാനുള്ളൂ, അല്ലെങ്കിൽ ഇത് അടി കരിഞ്ഞു പോകുകയെ. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഒരു ദോശക്കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ടാണെങ്കിൽ ഈ സോസ് പാൻ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അത്രയും ചൂട് ഇതിന് കുറവ് മതി. ഇനി ഇത് മറിച്ചിടും. കണ്ടത് അതിൻ്റെ മോൾ വെച്ചൊക്കെ ആയേ. ഇനി നമ്മളിത് പയ്യെ പൊക്കി പൊട്ടിപ്പോവാണ്ട് മറിച്ചങ്ങോട്ട് ഇടണം. കണ്ടോ, തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാവേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ ഞങ്ങളുടെ നോമ്പുതുറ സ്പെഷ്യലി കട്ട്ലേറ്റും ഇതും വെള്ളയപ്പും ഉള്ളൂ, പിന്നെ നമ്മുടെ തണ്ണിമത്തനും. കണ്ട വട്ടയപ്പം പോലെ മുറിച്ചെടുത്ത് ഇഷ്ടപ്പെട്ടാ ചെയ്തു നോക്കണേ എല്ലാവരും.